കോൺഗ്രസിലെ കടൽക്കിഴവന്മാർ ഇത് കേട്ടാൽ പോയി ചത്തുകളയും. ആയ കാലത്ത് കോഴിപിടുത്തവും ആഭാസത്തരവുമായി നടന്നിരുന്ന കോൺഗ്രസിലെ മുതുക്കു കോഴികൾ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ തലയിൽ കരിയോയിലുമടിച്ച് PR പരിപാടികളുമായി ഇറങ്ങിയിരിക്കുകയാണ്. KKച്ചൻ്റെ ചാരിത്ര പ്രസംഗം കേട്ട് സഹിക്കാൻ വയ്യാഞ്ഞ് തിരുവനന്തപുരത്തു നിന്നും 85 വയസ്സുള്ള ലോറൻസ് എന്ന കോൺഗ്രസ്സുകാരനായ ഒരു വയോധികൻ i2i ന്യൂസിലേക്ക് വിളിച്ചത് കേൾക്കുക. ഇന്ന് രാഹുലിന് നീതി തേടി i2i ന്യൂസ് ആരംഭിച്ച മിഷൻ 250യുടെ 134-ാം ദിനം. കോൺഗ്രസിലെ PR-ന്റെ പച്ചയിൽ നടക്കുന്ന കടൽക്കിഴവന്മാരെ, നിന്നെക്കുറിച്ചൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള അഭിപ്രായം ഇതൊക്കെയാണ്. അതുകൊണ്ട് അധികം കടന്ന് നിഗളിക്കേണ്ട. ഞാൻ ട്രിവാൻഡ്രത്തുനിന്നാണ്. പേര്? എൻ്റെ പേര് ലോറൻസ് എന്ന് പറയും. എൻ്റെ കുടുംബം എന്ന് പറയുമ്പോഴേ എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും എല്ലാവരും ഞങ്ങൾ അടിയുറച്ച കോൺഗ്രസ്സുകാരാണ്. ഇപ്പോഴും ഞങ്ങളുടെ നിലയിൽ വലിയ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകരും അനുയായികളുമുള്ള കുടുംബത്തിലെ ഒരു അംഗമാണ്. എന്തായാലും ഞാനിത് ഞാൻ കോൺഗ്രസ്സുകാരനെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, കോൺഗ്രസിനോട് തികഞ്ഞ ആത്മാർത്ഥതയും ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നിടത്ത് അഭിമാനം കൊള്ളുന്നവനുമായ ഒരാളാണ്. എന്നാൽ പിന്നെ എനിക്ക് ആദ്യമായിട്ട് സാറിനോട് ഒരു അപേക്ഷ ഉള്ളത്, നിങ്ങൾ ഈ തുടങ്ങി വെച്ച ഈ സംരംഭം, ഈ ഇലക്ഷൻ അന്നേ ദിവസം വരെയും നിങ്ങൾ ഇത് തുറന്നുകൊണ്ടെന്ന് ഇരിക്കണം. ഇതിന്റെ പിന്നിൽ എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും അതിനെല്ലാം സധൈര്യം മുന്നിൽ കണ്ട് ആവേശത്തോടെ മുന്നേറണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയും അപേക്ഷയുണ്ട്. ഞാൻ പറയേണ്ട വിഷയങ്ങൾ തന്നെ സ്ത്രീകൾ, ഈ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഈ ും എത്രയും വിവരത്തോടും സൗഖ്യതയോടും ദീർഘവീക്ഷണത്തോടുമാണ് ഈ കേരളത്തിലെ സ്ത്രീ സമൂഹം നിങ്ങളോട് സംസാരിക്കുന്നത്. അത് ഞാൻ പല തവണകളായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു സ്ത്രീയുടെ, ഈ കേരളത്തിലുള്ള ഒരു യഥാർത്ഥ അഭിമാനമുള്ള ഒരു സ്ത്രീയുടെ വിവരം പോലും ഈ ചെന്നിത്തലയ്ക്കോ ഈ മറ്റേ കൊണേശൻ എന്ന് പറയുന്നവനോ ഉണ്ണിത്താനോ ഈ പപ്പടം മുരളി എന്ന് പറയണവനോ ഇല്ല. തിരുവഞ്ചൂർ എന്ന് പറയുന്നവൻ വളരെ മോശം ഒരുത്തനാണ്. പക്ഷെ ഇവനെല്ലാം ഇപ്പൊ ഇവന്മാർക്ക് നാണമുണ്ടോ മാനമുണ്ടോ, എന്ത് യോഗ്യതയാണ്? കാരണം ഇവനൊക്കെ കടൽ കിഴവന്മാരാണ്. ഈ കടൽ കിഴവന്മാര് പണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ മീൻ ചട്ടിയിലാണ് മീൻ വയ്ക്കുന്നത്. ഈ അമ്മമാര് ഈ കറിച്ചട്ടിയിൽ മീൻ വെക്കും. മീൻ വെച്ച് കഴിഞ്ഞാൽ ഈ മീനിന്റെ നെയ്യ് അംശം ഈ ചട്ടിയുടെ പുറത്ത് വ്യാപിക്കും. അങ്ങനെ വരുമ്പോൾ നാളുകൾ കഴിയുമ്പം ഈ മീൻ ചട്ടിയുടെ തീയേക്കുന്ന ഭാഗം വളരെ കരിയായി തന്നെ മാറും. ആ കരിയാണ് ഈ തിരുവഞ്ചൂര്, രമേശ് ചെന്നിത്തല, ഉണ്ണിത്താൻ, മറ്റുള്ള എല്ലാ വാരി മുഖത്തും മീശയിലും ഒക്കെ തേച്ച് കറുപ്പിച്ച് അവനൊക്കെ എന്തോ മറ്റവനന്മാരെന്നുള്ള കാര്യം. ഇവനൊന്നും മരിക്കില്ലേ? അല്ലെ ഇവനൊക്കെ മരണമില്ലാത്തവന്മാരാണോ? ഈ തൊഴിലുകളൊന്നും മനസ്സിലാക്കണ്ടേ? ഈ യുവന്മാർക്ക് മരണമില്ലാത്തവന്മാരാണോ ഈ കരിയും വാരി തേച്ച് ഈ ജനങ്ങളുടെ, ഈ യുവജനങ്ങളുടെ മുന്നിൽ ഒരിക്കലും നരയ്ക്കാത്തവന്മാരാണ്, ഒരിക്കലും മരിക്കാത്തവന്മാരാണ്. യുവന്മാരിലൂടെ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലനിൽക്കുകയുള്ളൂ എന്നുള്ള വ്യാമോഹം സ്വയം
മനസ്സിൽ ധരിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാന്ന് വെച്ചാൽ അവരുടെ വഷളത്വവും തെമ്മാടിത്തരവുമാണെന്നുള്ള ഇവിടുത്തെ കൊച്ചു കുഞ്ഞിനു മുതൽ ഈ സ്ത്രീ സമൂഹത്തിനും പുരുഷന്മാർക്കും വൃദ്ധന്മാർക്കും എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ അവസ്ഥ, ഇവന്റെ ഒക്കെ അവസ്ഥ. സാർ ഒരു കാര്യം എനിക്ക് ഒരു തവണയെങ്കിലും നിങ്ങൾ പരസ്യപ്പെടുത്തണം. കാരണം ഞങ്ങളിവിടെ ഇവനെ ആമത്തലയൻ തകിട് ഗുണേശൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ പറയണ മറ്റേ ഇന്നത്തെ പ്രതിപക്ഷ കൊണാണ്ടർ അവന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ ആമയാണ്, ആമത്തലയനാണ്. ആമത്തലയൻ ഇവൻ കേക്കല്ല, ഇവൻ തകിട് ഗുണേശൻ. തകിട് ഗുണേശൻ എന്നാണ് തിരുവനന്തപുരത്തുള്ള ഞങ്ങളെ പോലെ ഉള്ളവര് കൂടിയിരുന്ന് വല്ലപ്പോഴൊക്കെ വീട്ടില് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതു പ്രവർത്തന മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന ആളായത് കൊണ്ട് ഞാൻ പുറത്തൊക്കെ ചായ കുടിക്കാനും അവിടെ അങ്ങനെയൊക്കെ പോകുമ്പോഴാണല്ലോ പൊതു വേദികൾ ഉണ്ടാകണം, സംസാര വിഷയങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഞങ്ങള് സംസാരിക്കുന്നതിൽ ഇവിടെ 10,000 ഇവനെ പേരിട്ടയ്ക്കുന്നത് ആമത്തലയൻ തകിട് ഗുണേശൻ. എന്താ തകിടെന്ന് വിളിക്കാൻ കാരണം? ആദ്യം ഇവൻ തള്ളിയത്, ഈ ആമത്തലയൻ ഗുണേശൻ തള്ളിയത് കരുത്തനായ സമർത്ഥനായ സുധാകരനെയാണ്. സുധാകരന്റെ മുറിയിലെ ഏലസ് വെച്ചു, തകിട് വെച്ചു എന്നൊക്കെ പറയുന്നത് ഇവനാണോ? ഇവൻ തന്നെ, ഇവനാണ്. ഇവൻ ആദ്യം തള്ളിയെന്ന് വെച്ചാൽ മോൻസൺ മാവൂന്നിന്റെ സ്ഥലത്തേക്കാണ് ഇവൻ സുധാകരനെ തള്ളിയിടാൻ നോക്കിയത്. അന്ന് ഈ കരിവാരി തേച്ച് കിടക്കുന്ന തിരുവഞ്ചൂരും ഈ മറ്റേ ഇവനുണ്ടല്ലോ ഇവൻ രമേശനും അതുപോലെ ഈ മുരളിയും ഉണ്ണിത്താനും ഇവൻ ഒരുത്തനും ഒരക്ഷരം മൊഴിഞ്ഞിട്ടില്ല. അന്ന് മോൻസൺ മാവൂണിന്റെ വീട്ടിൽ ചെന്ന് സുധാകരൻ പോയത് മറ്റതിനാണ് എന്ന് ഇവിടെ സീപ്രമകാരന്മാരും മറ്റുള്ളവന്മാരും PR വർക്ക് തള്ളിയപ്പോഴേ ഈ ഒരുത്തനും അതിന് സപ്പോർട്ടായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തായാലും ആ സുധാകരൻ ഒരു നല്ല മനുഷ്യൻ, കരുത്തുള്ളവൻ, കരുത്ത് ഉറ്റവൻ. അവന്റെ മനസാക്ഷിയുടെ പ്രകാശമാണ്. മോൻസൺ വരെ മൊഴി കൊടുത്തു, അങ്ങനെ യാതൊരു വിഷയങ്ങളും അവിടെ സംഭവിച്ചിട്ടില്ല, നടന്നിട്ടില്ല എന്നുള്ള പല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സുധാകരനെ അവിടെ കൊടുക്കാൻ ഈ ആമത്തലയന് സാധിക്കാതെ വന്നത്. ആമത്തലയനും സംഘം എന്ന് പറയുമ്പോൾ മറ്റേ ഈ നരങ്ങിയവന്മാരുണ്ടല്ലോ, ഇവന്മാർക്ക് ഒരുത്തനും സാധിച്ചില്ല. അതിനുശേഷമാണ് ഇവൻ തകിട് വെച്ചു. ഈ ഹൈക്കമാൻഡും കൊണാണ്ടറും എന്നൊക്കെ പറയണ ഒന്നും ഇല്ല ഇവിടെ. നിങ്ങൾ പറഞ്ഞതും ഞാൻ കുറച്ച് ശ്രദ്ധിച്ചു. അപ്പോൾ എന്തായിരുന്നാലും ഇവന്മാര് ഇല്ലാത്ത ഖ്യാതികളെല്ലാം പറഞ്ഞു, പ്രേരിപ്പിച്ചു. മറ്റേ ഇവൻ കോവാലയുണ്ടല്ലോ, കോവാലിനും എല്ലാം കൂടെ AICയെ പറഞ്ഞ് ബോധിപ്പിച്ചാണ് അങ്ങേർക്ക് നടക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണ് സുധാകരൻ കഴിയണത്, ഇനി അവന് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പൊങ്ങൂല എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി അയാളെ മാറ്റിയിട്ട് അത് പോയിട്ട് തന്നെ ഇവനൊക്കെ എന്തെല്ലാം പ്രലോഭനങ്ങൾ ഇതിനകത്ത് വറ്റിക്കൂട്ടി. പൊതുവേദിയിൽ എന്തെല്ലാം അനാവശ്യങ്ങളും അപമര്യാദകളും ആ മനുഷ്യൻ്റെ കാണിച്ചു, ആര് സുധാകരനോട്. ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോഴാണ് മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നത്. യഥാർത്ഥത്തിൽ ഞാൻ പറയാണ്, എൻ്റെ അഭിപ്രായം, ഈ ആമത്തലയനെയും അവന്റെ മോളെന്ന് പറയുന്ന മറ്റേ കൊണാണ്ടറയും ഇവന്റെ DNA ടെസ്റ്റ് നടത്തിയാൽ ഇവന്റെ മോളെന്ന് പറയണവള് ഇവന്റെ മോള് തന്നെ. അതെങ്ങനെയോ ഉണ്ടായതായിരിക്കാം. അത് ഇവന്റെ പ്രേരണയും നിർദ്ദേശവും കൊണ്ടാണ് അവള് ഈ കളികളെല്ലാം കളിച്ചത് രാഹുലിന്റെ നേരത്തെ. ഈ കേക്കച്ചന്റെ തേൻകണി യാത്ര കൊണ്ടെന്ന് കോൺഗ്രസിന് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ഇപ്പൊ ഇവന്മാര് വലിയ തേൻകണി യാത്ര നടത്തുന്നു, ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു?
എന്റെ പൊന്നു സാറേ, ഒരു പുല്ല് പ്രചോദനവും ഉണ്ടാവില്ല. കാരണം ഇവൻ കുറച്ച് PR കൊണാണ്ടന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട് പൈസയും കൊടുത്ത്. അതാണ് ഇവന്റെ പിറകെ പോയി ഇവൻ ഇറങ്ങി സംസാരിക്കുന്ന വേദികളിലെല്ലാം ഇവനെ വാരി ചുമക്കുന്നത്. അവിടെ ഒരു സ്ഥലത്തും ഒരു പ്രവർത്തകനും ഈ കള്ളനാറിയെ എടുക്കാനോ ഇവന്റെ വള്ളി മണപ്പിക്കാനോ താല്പര്യപ്പെടില്ല. പക്ഷെ ഇവന്റെ വള്ളിയും പിടിച്ച് ഇവനെ ചുവന്ന് പ്രഹസനം ഈ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവർക്കും പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവൻ പണം ഇറക്കി ഈ ആമത്തലയിൽ പണം കൊടുത്ത് കുറച്ച് വ്യക്തികളെ കൂടെ ഇവൻ പോകുന്ന സ്ഥലത്തെല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ഇവനെ വാരി തോളിലെടുക്കുന്നതും ഈ പണ്ടുള്ള അമ്മമാര് അരി പാറ്റുന്ന മുളത്തിലിട്ട് പാറ്റുന്നത് പോലെ ഇവനെ പാറ്റി കാണിക്കുന്നത്. അല്ലാതെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആരും അല്ല ഇവനെ പൊക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കണം. ഈ യാത്ര കൊണ്ട് ഒരു പുല്ല് പ്രബോധനവും ഉണ്ടാവില്ല. അതും ഒരു കാര്യം. പിന്നെ ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇനി എനിക്ക് ശകലം പറയാനുള്ളത് രാഹുലിന്റെ കാര്യം. രാഹുല് മറ്റേ ഇയാളുണ്ടല്ലോ ഷാഫി പറമ്പിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നിയമസഭയിലൊക്കെ ശ്രദ്ധപ്പെട്ട ഒരാളുണ്ടല്ലോ മാറ്റി കുഴൽനാടൻ, അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, ഇവനെ എല്ലാം യുവന്മാർക്ക് ഈ ആമത്തലേന് പേടി സ്വപ്നമാണ്. അതുപോലെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, അബിൻ വർക്കി, അതുപോലെ എനിക്ക് എല്ലാവരെയും പേരെൻ്റെ മനസ്സിൽ വരുന്നില്ല. അങ്ങനെ ആരും പ്രയാസപ്പെടരുത്. കുറച്ചു പേര് ഇത് അറിയാവുന്ന ഇവരുടെ പിന്നിൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവരെ എല്ലാം എടുത്തു പറയാൻ നമ്മളുടെ ഓർമ്മയിൽ വന്ന് തള്ളുന്നത്. പക്ഷേ പ്രശ്നങ്ങളില്ലാത്ത ശക്തിയുള്ള ധീരതയുള്ള കഴിവുറ്റ ധാരാളം ആൾക്കാർ നമ്മളുടെ ഈ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ട്. പക്ഷേ രാഹുൽ മാൻകുട്ടത്തിനെ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇവിടെ മോളെപ്പോലെ ഉള്ള ഒരാൾ സംസാരിച്ചു, അതിന് ഉറപ്പ് കൊടുത്തു. ഇവന്റെ ബോധ്യം ഇവൻ എത്രയോ തവണ പറഞ്ഞു. ഇവൻ അപ്പോഴായിട്ട് പറയും ഇത് പാർട്ടി തീരുമാനമാണ്, എല്ലാവരും അറിഞ്ഞ് തീരുമാനിച്ചതാണ്, എല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണ് എന്ന് ചിലപ്പോഴും പറയും. അവൻ ബോധ്യമുള്ളത് അവനാൽ എടുത്ത തീരുമാനം. അവൻ മറ്റേ കുണാണ്ടനാണല്ലോ, അവനാൽ എടുത്ത തീരുമാനം. അതെ, ഇവൻ എന്താ ബോധ്യം? ഇവൾ രാഹുൽ തന്നെ അവളെ പിടിച്ചത് ഇവൻ കണ്ടോ? ഇവളെ മോളെ പോലെ ഉള്ളവളെ ഇവൻ രാഹുൽ മാങ്കൂട്ടം പിടിച്ചത് അവൻ രഹസ്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയെങ്കിൽ അവന് ബോധ്യമുണ്ട്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടൻ അവന്റെ ഭാര്യ ഈ ആമത്തലയന്റെ ഭാര്യയെ അവൻ ഇല്ലാത്ത സമയത്ത് ചെന്ന് പിടിച്ചുവെന്ന് അവൻ ബോധ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള ബോധ്യമില്ലാതെ ഇവൻ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവൻ നടപടിയെടുത്തത് എന്ന് ഒരു തവണ പറയും. പിന്നീട് അവൻ പറയും പാർട്ടിക്കാരെല്ലാം കൂടെ ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണെന്ന് പറയും. ഇങ്ങനെ അവൻ പലപ്പോഴും പല മാതിരി പറയും. പിന്നെ കോൺഗ്രസ് പാർട്ടിയിലുള്ള വനിതാ ഗുണാണ്ടർമാരെന്ന് പറഞ്ഞാൽ അവളുകൾ മരവാഴകളാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവളുകൾ മരവാഴകളാണ്. ഇവന്മാർ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവന്മാര് അമ്പയെ പരാജയപ്പെടും. അത് മാത്രമല്ല, നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുള്ളത്, ആ ഉണ്ണിത്താന്റെയും കിങ്ങിണിക്കുട്ടൻ എൻ്റെ അറിവിൽ ഇന്ദിരാഭവനിൽ അവൻ മറ്റേ കൊണാണ്ടായിരുന്ന സമയത്ത് രഹസ്യ മുറിയിൽ അടച്ചിട്ട് പെണ്ണുങ്ങളെ ഞാൻ അറിഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോഴേ അതുകൊണ്ട് ഈ ഉണ്ണിത്താന്റെയും ഈ മറ്റുള്ള ഇവന്റെ ഒക്കെ എല്ലാ കിട്ടുന്ന ഈ ബ്ലൂ ഫിലിമുകളും നിങ്ങൾ അപ്പോഴപ്പോഴായിട്ട് പ്രചരിപ്പിക്കണം. ഇനിയിപ്പം ഇലക്ഷൻ അടുത്തു വരെയാണ്, ജനം ശ്രദ്ധിക്കേണ്ട സമയം അടുത്തു വരെയാണ്. ഈ കാര്യങ്ങൾ
നിങ്ങൾ ദയവായി കൂടെ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ രാഹുല് പിന്നെ പ്രോത്സാഹനം കൊടുക്കണം. രാഹുലിനെ യുവന്മാര് അംഗീകരിച്ചില്ല, രാഹുലിന് സീറ്റ് നൽകിയില്ല എങ്കിൽ രാഹുലിന് തീർച്ചയായിട്ടും പാലക്കാട്ട് വിജയ സാധ്യതയുണ്ട്. BJP നിന്നാലും മാർക്സിസ്റ്റ് നിന്നാലും ആര് നിന്നാലും കോൺഗ്രസിൽ നിന്ന് എത്ര പേര് അവിടെ നിന്നിരുന്നാലും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വിജയ സാധ്യത ഉണ്ട്. മിക്കവാറും രാഹുൽ മാങ്കൂട്ടം ഈ വരുന്ന നിയമസഭയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകാൻ സാധ്യത ഉണ്ടാകും സാറ്. ഇത് നിങ്ങൾ കുറിച്ചു വെച്ചത്. കാരണം ഈ കടൽ കഴവന്മാരെല്ലാം തോക്കും. നിർണായകമായ 1-2 സീറ്റിന്റെ ഭൂരിപക്ഷം അവസാനം വന്ന് ഇടിച്ചു നിൽക്കും. അതിന്റെ വിജയി രാഹുൽ മാങ്കൂട്ടമായിരിക്കും. അവനായിരിക്കും അടുത്ത UDF മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി. ഇതാണ് എന്റെ കണക്കുകൂട്ടലും കാര്യങ്ങളും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.